നമസ്കാരം പ്രിയമുള്ളവരെ, ഭക്തജനങ്ങളെ. കുറ്റിക്കാട് ദേവീക്ഷേത്രത്തിലെ 2026 തിരുവുത്സവ പരിപാടികൾ മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ വർഷം വളരെ ഗംഭീരമായും പ്രൗഢഗംഭീരമായും എന്ന് തന്നെ വേണേൽ പറയാം. പൊതുജനാഭിപ്രായങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഈ വർഷ ഉത്സവം ഗംഭീരമായിരുന്നു. അതങ്ങനെ ആക്കി തീർക്കുവാൻ പ്രയത്നിച്ച ഒരു വിഭാഗം നല്ല മനുഷ്യരും ഭക്തരും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ഉത്സവം കുംഭകുട ഘോഷയാത്രയാണ്. കുറ്റിക്കാട്ടെ ഏറ്റവും പരമപ്രധാനമായ ഉത്സവം കുംഭകുടമാണ്. ആറാട്ട് ഉത്സവമൊക്കെ 27 വർഷക്കാലങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഈ 10ാമത് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കുംഭകുട ഘോഷയാത്ര 12 പാട്ടമ്പലങ്ങൾ, അതായത് 12 കരക്കാരുടെ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ടുള്ള മഹാ ഉത്സവമായിരുന്നു. ആ 12 പാട്ടമ്പലങ്ങളും രാവും പകലും ഉറക്കളച്ചും കഷ്ടപ്പെട്ടും ഇതിന് പണം സമ്പാദിച്ചും സമാഹരിച്ചും അവരുടേതായ കഴിവിനനുസരിച്ച് അതിനെ ഏറ്റവും നല്ല ഭംഗിയായി നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചു. മുൻവർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഈ വർഷം 1 മണിക്കൂർ മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ കുംഭകുടം എത്തിക്കുവാൻ അവരെ കൊണ്ട് ക്ഷേത്രം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായപ്രകാരം അവരുടെ നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അവരത് കൈകാര്യം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ വൻ വിജയമായിരുന്നു കുംഭകുടം. നമുക്ക് 1 മണിക്കൂർ മുൻവർഷങ്ങളൊക്കെ അപേക്ഷിച്ച് 1 മണിക്കൂർ മുന്നേ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. അവർക്ക് പ്രത്യേകം നന്ദി കുറ്റിക്കാട് ദേവസ്വത്തിൻ്റെ പേരിലും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി വരുന്ന വർഷങ്ങളിലും അതേപോലെയുള്ള എല്ലാ സഹകരണങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ നിത്യാനന്ദ അടിക, മേൽശാന്തി അറക്കൽമഠ സുധിശാന്തി, നമ്മുടെ എടുത്തു പറയാൻ ദേവസ്വം സെക്രട്ടറി ഒക്കെ തന്നെ ഈ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതിനെ മുഴുവൻ 2 മാസമായി ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഗവർണിംഗ് ബോഡി ചെയർമാൻ, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മീഡിയ കോർഡിനേറ്ററായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന കുറേ വർഷങ്ങളായി ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മീഡിയയിലൂടെ ലോകം മുഴുവൻ എത്തിക്കുന്ന ജിബിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഈ വർഷം കുംഭകുട മഹോത്സവം അതിൽ സംബന്ധിച്ച് 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. അവരെക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കുംഭകുടം വന്ന് കാണുവാനും അത് ആസ്വദിക്കാൻ കഴിയാത്ത വിദേശങ്ങളിൽ വസിക്കുന്ന നമ്മുടെ വിദേശത്ത് ജോലി ചെയ്തിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും ഭക്തജനങ്ങളും അത് കൃത്യതയോടുകൂടി സോഷ്യൽ മീഡിയ വഴി ലൈവായിട്ട് കാണിച്ചു കൊടുക്കാനും കൂടി ആ ഒരു അവസരം നമുക്ക് സൃഷ്ടിക്കേണ്ടായി. അതിന്റെ ഭാഗമായിട്ട് 100-കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടു, ഞാൻ കണ്ടിട്ട് വന്ന പ്രതീതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അതിൽ വളരെയധികം സന്തോഷം. ഈ ഭക്തജനങ്ങൾ എന്നെ അറിയിക്കുകയും തലമുറയാണെങ്കിൽ കൂടി തന്നെ ഈ ഉത്സവ പരിപാടികൾ ഇതേ രീതിയിൽ തന്നെ ഇതേ മാന്യതയോട് ഇതേ സ്റ്റാറ്റസിനും ഒക്കെ തന്നെ കൊണ്ടുപോയി ഇത് വൻ വിജയമാക്കി. ദേശീയ ഉത്സവമാണ് കുറ്റിക്കാട്ടമ്മയുടെ ദേശീയ ഉത്സവം എന്ന് പറയാൻ നാടിന്റെ മഹാഉത്സവമാണ്. ആ മഹാഉത്സവം ഗംഭീരമാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ഈ കരയിലുള്ള എല്ലാവിധ ആൾക്കാർക്കും, എല്ലാ കുടുംബക്കാർ, എല്ലാ വീട്ടുകാർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, നാനാദിക്കിൽ നിന്നുള്ള ഭക്തർ ഈ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ വിജയത്തിലേക്ക് അതിന്റെ എല്ലാത്തിന്റെ ഭാഗവക്തുക്കളായി തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ഞാൻ എൻ്റെ പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് സുഗുണം PK. ഞാൻ കുറ്റിക്കാട് ദേവസ്വം സെക്രട്ടറി ആണ്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി നടന്നു. അതിന് ആ ഉത്സവം ഗംഭീരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. ഏതാണ്ട് ഏപ്രിൽ മാസം 22-ാം തീയതി കൊടിയേറി 29-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവുത്സവമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കുംഭകുട ഘോഷയാത്ര. 10ാമതോടനുബന്ധിച്ച് നടക്കുന്ന കുംഭകുട ഘോഷയാത്ര വളരെ ഗംഭീരമാണ്. അത് ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. ഏതാണ്ട് 12 കരകളിൽ നിന്നായി വന്നെത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ കുംഭകുട ഘോഷയാത്ര വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങാണ്.
അതിലൊക്കെ ഉപരിയായിട്ട് ഇത് സംഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ. അതേപോലെ തന്നെ ആനകളെ വളരെയധികം 12 ആനകളെ തന്നെ ഈ ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ചു. അപ്പം അതിനുവേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ, എലിഫൻ്റ് സ്ക്വാഡ്, അതേപോലെ തന്നെ റെയിൽവേ, ഇലക്ട്രിസിറ്റി ബോർഡ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, പിന്നെ നമ്മുടെ ജില്ലാ കലക്ടർ, ഈ ഉത്സവം നടക്കുമ്പോൾ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുകയും അതിനോട് ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കലക്ടർ, അദ്ദേഹത്തെയും പ്രത്യേകം ഈ സമയത്ത് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഘടകങ്ങൾ നമുക്ക് അനുകൂലമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്തജനങ്ങൾ, അവരുടെ ഒരു സഹായമാണ് നമ്മുടെ ഇത് വൻ വിജയമാക്കാൻ സാധിച്ചത്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഈ ദേവസ്വത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ മുൻകാലങ്ങളിലും നമ്മളോട് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളെയും, അതുപോലെ തന്നെ പൂവാട്ടമ്പലം കമ്മിറ്റിക്കാരെ, നമ്മൾ നോട്ടീസ് പരസ്യങ്ങളൊക്കെ തന്ന് സഹായിക്കുകയും സംഭാവന നൽകി സഹായിക്കുകയൊക്കെ ചെയ്ത നല്ലവരായ നാട്ടുകാർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുമ്പോടം കടന്നു വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം ക്രമീകരിക്കുകയൊക്കെ ചെയ്തു തന്ന നല്ല ആൾക്കാർക്കും അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ആറാട്ടാണ്. ആറാട്ട് ഏപ്രിൽ മാസം 29-ാം തീയതിയാണ് നടക്കുന്നത്. ഈ ആറാട്ട് വളരെ ഗംഭീരമായാണ് കടന്നു വരുന്നത്. അത് ഗംഭീരമാക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചിറങ്ങുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് നാട്ടകം സിമെന്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഈ ആറാട്ട് വരവേൽപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവരെ എല്ലാ ജംഗ്ഷനിലും വൻപിച്ച വരവേൽപ്പ് നൽകിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അത് ആ ജനങ്ങളുടെ ഒരു പ്രത്യേക മാനസികമായ ഒരു ഉല്ലാസമായിട്ടാണ് അവർ കാണുന്നത്. കുറ്റിക്കാട്ട് ഭഗവതിയുടെ എഴുന്നള്ളത്ത് വരുമ്പോൾ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഓരോരുത്തരും പങ്കുചേരുന്നത്. അപ്പം അങ്ങനെ ഈ ആറാട്ട് ഉത്സവം ഗംഭീരമാക്കാൻ സഹായിക്കുന്ന എല്ലാ കരക്കാർക്കും നമ്മൾക്ക് നമ്മുടെ ഈ ദേവസ്വത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഈ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദേവീശരണം. സർവമംഗള സ്വരൂപിണിയും സർവ അഭിഷ്ടവരദാനിയുമായ കുറ്റിക്കാട്ടമ്മയുടെ തിരുസന്നിധിയിലെ ഏറ്റവും ധന്യ മുഹൂർത്തത്തോട് ഉള്ളൊരു അനുഭവ സുദിനത്തോടു കൂടിയുള്ള ദിവസമായിരുന്നു നമ്മുടെ ഈ വർഷത്തെ കുമ്പോട മഹോത്സവം. അതിലേറ്റവും ഒരു ധന്യ സുദിനമായിരുന്നു മേടമാസത്തിലെ കുമ്പോട ദിവസം. ആ കുമ്പോട ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നാടിൻ്റെ നാലാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു ഈ ക്ഷേത്ര സന്നിധിയിലേക്ക്. രാവിലെ തന്നെ നടന്ന ത്രയകുമ്പത്തോടെ അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ പറ്റിയ ഒരു ആത്മസമർപ്പണത്തിൻ്റെ നിർവൃതിയിലാണ് ഇനി ഇതിനെ നമ്മൾക്ക് ഇത്ര നല്ലൊരു ഭംഗിയായി തന്നെ സമർപ്പണം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ കുമ്പോട ഘോഷയാത്രയാണ് ഈ ദിവസം നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ പറ്റിയത്. അതിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികളും, അതോടൊപ്പം തന്നെ പാട്ടമ്പലം 12 പാട്ടമ്പലങ്ങളിൽ നിന്നാണ് കുമ്പോടങ്ങൾ വന്നത്. ആ വിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകളോട് തന്നെ അവിടെ എല്ലായിടത്തും തന്നെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രത്യേകമായിട്ട് പൂജിച്ചു കൊടുത്ത കുമ്പോടത്തിൻ്റെ കലശപ്പെടും. ആ പ്രാധാന്യം അനുസരിച്ച് തന്നെ ആ കുമ്പോട കലശകൂടങ്ങൾ ഇവിടെ വന്ന് ഭഗവതിക്ക് അഭിഷേകം ചെയ്ത് അന്ന് അവരിലൊക്കെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷമായിരുന്നു ഈ വർഷത്തെ കുമ്പോട മഹോത്സവം. അത് വളരെയധികം നമ്മൾക്ക് പ്രതീക്ഷയിലും ഭംഗിയായി തന്നെ നമുക്ക് ആത്മസമർപ്പണമായിട്ട് ഈ വർഷത്തെ കുമ്പോടം ദേവിക്ക് സമർപ്പിച്ചതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനമായിരുന്നു ഈ വർഷം. എനിക്ക്
ഏറ്റവും അധികം സന്തോഷം തന്നൊരു സുദിനമായിരുന്നു ഈ ദിവസം. അതിന് എല്ലാ ദേവീ വിശ്വാസികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദേവീ ശരണം.